നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ നിമിഷം മുതൽ അവൻ സ്നേഹയുടെ ഭർത്താവ് മാത്രമല്ല, നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മരുമകൻ കൂടിയാണ്. എന്നുവെച്ചാ നിങ്ങളുടെ താഴെയല്ല, നിങ്ങളെക്കാൾ ഒരു പടി മുകളിലാ ഈ വീട്ടിൽ അവന്റെ സ്ഥാനം. നിങ്ങൾ വെല്ലുവിളിച്ചിട്ടിപ്പോ എന്തായി? അവിടെ അവരുടെ കല്യാണത്തിന്റെ ചടങ്ങുകൾ നടക്കുക. അത് സഹിക്കാൻ വയ്യാതെയാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മതി നിന്റെ പരിഹാസം, നിർത്തിക്കോ. എന്നെ തോൽപ്പിച്ചൊന്നും നീ വിചാരിക്കുന്നുണ്ടാവും. അത് വെറുതെയാ, അതിനധികം ആയുസില്ല. വെല്ലുവിളിച്ച് തോറ്റുപോകുന്നവരുടെ ആശ്വാസം മാത്രം നിങ്ങൾ ഇപ്പൊ ഈ പറയുന്നത്. അവര് രണ്ടുപേരും കൂടി നല്ല അന്തസ്സായിട്ട് ജീവിക്കും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ. എങ്കിലേ നിനക്ക് തെറ്റിപ്പോയി. അവന്റെ യഥാർത്ഥ രൂപം ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ല. അത് ശരിയായിരിക്കും. അവനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിങ്ങൾക്കാണല്ലോ. പക്ഷേ നിങ്ങൾക്കറിയാത്ത ഒന്ന് എനിക്കറിയാം. അവര് തമ്മിൽ നല്ല സ്നേഹത്തില്, ഒരുമിച്ച് ജീവിക്കാൻ വേണ്ട മനപ്പൊരുത്തവും ഇഴയടുപ്പവും അവർക്കിടയിലുണ്ട്. ചിക്കൻ ബോക്സ് പിടിച്ചു കിടന്നപ്പോ ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളതാ. അതുകൊണ്ട് ഈ ചടങ്ങ് നടത്താൻ ഞാൻ മുൻകൈയെടുത്തത്. അവളെടുത്ത് മടി വെച്ചിരിക്കുന്നത് തീക്കനലിനെയാണെന്ന് താമസിയാതെ അവൾക്ക് മനസ്സിലാവും. ഈ സന്തോഷമെല്ലാം അന്ന് അവസാനിക്കും. എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നമുക്ക് കാണാം. കാണാൻ പോകുന്ന കാഴ്ചയെ നീ വിചാരിക്കുന്നതല്ല. അവളുടെ ജീവിതം കത്തിയിരിയാനാ പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനൊക്കെ നീ മാത്രമായിരിക്കും ഉത്തരവാദി. ആ ജ്യോത്സ്യം പറഞ്ഞതാ ശരി. അശുഭമായ സമയത്ത് താലി കെട്ടിയവരാ അവര്. അത് അധികകാലം നീണ്ടു നിൽക്കില്ല. അതിന്റെ സൂചനയാണ് ഇപ്പൊ വീണ്ടും കണ്ടത്. പൂജാമുറിയിലെ വിളക്ക് മറിഞ്ഞു വീണില്ലേ? അതൊരു നല്ല സൂചനയാണോ? ഒരു വിളക്ക് വീണതുകൊണ്ട് അവരുടെ ഉള്ളിലെ സ്നേഹമൊന്നും ഇല്ലാതാവുന്നില്ല. അവര് തമ്മിൽ വേർപിരിയാനും പോകുന്നില്ല. നിങ്ങൾ കരുതുന്ന പോലെയല്ല യഥാർത്ഥത്തില് ധനുഷ്. അവളോടുള്ള അവന്റെ സ്നേഹം ആത്മാർത്ഥത നിറഞ്ഞത് തന്നെയാ. അത് നിങ്ങൾക്കെപ്പോഴും മനസ്സിലായിട്ടില്ല. ജീവിതത്തിലെ ഏത് കടമ്പയും മറികടക്കാൻ അവര് തമ്മിലുള്ള മനപ്പൊരുത്തം തന്നെ ധാരാളമാ. അവിടെ ചടങ്ങുകൾ തീർന്നിട്ടില്ല. അതിനിപ്പോ ഞാൻ എന്ത് വേണം? നിങ്ങൾ വന്ന് അതൊന്ന് കാണണം. കഴിയുമെങ്കിൽ മനസ്സ് തുറന്നൊന്ന് അവരെ അനുഗ്രഹിക്കണം. അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെ വരെ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം എന്തായിരുന്നാലും അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയണം. ഇന്നു മുതല് അവരൊരു പുതിയ ജീവിതം തുടങ്ങുക. അവർക്കിടയിൽ നിങ്ങൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഉണ്ടായാൽ അത് നെല്ലിശ്ശേരിയിലെ നിങ്ങളുടെ ജീവിതത്തിന്റെയും കൂടി അവസാനമായിരിക്കും. അത് മറക്കണ്ട. കൊള്ളാം. പക്ഷേ എന്റെ ഭീഷണിയൊന്നും എന്നോട് വേണ്ട. നെല്ലിശ്ശേരിയിലെ എന്റെ ജീവിതം എവിടെ വരെ ഉണ്ടാവുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവനെ എന്നെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നീ കണ്ടുപിടിച്ചോന്ന് എനിക്കറിയാം. എന്നാ നീ അറിയാത്ത പലതും ഉണ്ട്. ഒരിക്കൽ നീ അതൊക്കെ അറിയും. ഇപ്പൊ നീ ചെയ്തതോർത്ത് അന്ന് നീ പശ്ചാത്തപിക്കും. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. വേണമെങ്കിൽ ഇത് നിനക്കൊരു വെല്ലുവിളിയായിട്ട് എടുക്കാം. സ്നേഹയുടെയും ധനുഷിന്റെയും ജീവിതം ഒരു പരാജയം തന്നെ ആയിരിക്കും. അവനെ നേരെയാക്കാൻ ഒരിക്കലും അവക്ക് പറ്റില്ല. ഒരു പെണ്ണ് വിചാരിച്ച നേരെയാക്കാൻ പറ്റാത്ത ഒരാണും ഈ ലോകത്തില്ല. എത്ര ദുഷ്ടനായിരുന്നാലും സ്നേഹപൂർണമായ പെണ്ണിന്റെ വാക്കിനു മുന്നിൽ, കരുതലോടെയുള്ള ഒരു തലോടലിന് മുന്നിൽ അവൻ കീഴടങ്ങിയിരിക്കും. ഉം. പിന്നെ
ഇപ്പൊ അവര് ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ. നാളെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ടാവും. അവരച്ഛനും അമ്മയും ആവും. അതോടെ അവര് സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങും. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, ഈ നിമിഷം മുതൽ അവൻ സ്നേഹയുടെ ഭർത്താവ് മാത്രമല്ല, നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മരുമകൻ കൂടിയാണ്. എന്നുവെച്ചാ നിങ്ങളുടെ താഴെയല്ല, നിങ്ങളെക്കാൾ ഒരു പടി മുകളിലാ ഈ വീട്ടിൽ അവന്റെ സ്ഥാനം. അത് മനസ്സിലാകണമെങ്കിൽ അവിടെ നടക്കുന്ന ചടങ്ങൊന്നു വന്ന് കാണണം. വാ, ആ ചടങ്ങ് നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ. ശ്ശെ. നിങ്ങളങ്ങോട്ടൊന്ന് നോക്ക്, എന്നിട്ട് ആ കാഴ്ച കണ്ണു നിറയൊന്ന് കാണും. അവന്തികേ, ഇങ്ങോട്ട് വാ. വാ. മോളെ, ഏട്ടത്തിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിയില്ലല്ലോ. അവന്തികേട്ടത്തിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങും. നിനക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഏട്ടത്തിയുടെ അനുഗ്രഹം. മറ്റൊന്നും കൊണ്ടല്ല, ഈ വീട്ടിലെ മൂത്ത മരുമകള് അവന്തിയേട്ടത്തിയല്ലേ, അതുകൊണ്ട്. ചെല്ലു മോളെ. ആ, ഇതൊന്നും എനിക്കിഷ്ടമല്ല. കാലഹരണപ്പെട്ട ആചാരങ്ങളാ ഇതൊക്കെ. പലതും കാലഹരണപ്പെട്ടതാണ്. ഉപേക്ഷിക്കേണ്ട സമയമായി. ഈ ജ്യൂസ് കുടിക്ക്. നിങ്ങളുടെ ഉള്ളിലിപ്പം നല്ല പൊള്ളുന്ന ചൂടായിരിക്കും. ഇതങ്ങ് ചെല്ലുമ്പോ നല്ലതുപോലെ തണുത്തോളും. ദാ കുടിക്ക്. ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് ജോത്സ്യം പറഞ്ഞതുകൊണ്ടാ. അല്ലെങ്കിൽ മോളുടെ കല്യാണം അച്ഛൻ ഗംഭീരമായിട്ട് നടത്തുമായിരുന്നു. ഇപ്പൊ തന്നെ എല്ലാം ഗംഭീരമായി. അച്ഛന്റെ അനുഗ്രഹത്തെക്കാൾ വലുതായിട്ട് ഇവർക്ക് എന്താ വേണ്ടത്? മോള് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഇത്ര ഗംഭീരമായിട്ട് നടക്കില്ലായിരുന്നു. നിന്റെ ജീവിതത്തിലെ സന്തോഷം കാണുന്നത് തന്നെയാ ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം. എന്തിനും നിന്റെ കൂടെ ഞങ്ങളുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.